സലാർ സീസ്ഫയർ പാർട്ട് 1. കാൻസാർ എന്ന് പറഞ്ഞ ലോകത്തേക്കാണ് നമ്മളെ പ്രശാന്തിൽ കൊണ്ടുപോകുന്നത്. അവിടെ രണ്ട് ഫ്രണ്ട്സിന്റെ കഥ, പ്രഭാസ് ആൻഡ് പൃഥ്വിരാജ്. രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് കൂടുതൽ പ്രഭാസ് ആണ് ഓബ്വിയസ്ലി. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ പൃഥ്വിരാജ് കുറച്ചുകൂടി ഇതാവുന്നത്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ രണ്ടുപേരുള്ള ഫൈറ്റ് ഒക്കെ സ്റ്റൈലിഷ് ആൻഡ് സ്വാഗ് ആണ്. വെരി ഹാപ്പി ടു സീ പ്രഭാസ് ആഫ്റ്റർ ലോങ് ടൈം ഒരു നല്ല റോളിൽ. ആ ഒരു ബാഹുബലിയിൽ കണ്ട ആ ഒരു സ്വാഗ്, നടന്നു വരുമ്പോൾ ആ ഒരു ഫീല്, അത് നമുക്ക് ഇതിനകത്ത് കിട്ടും. ആഫ്റ്റർ എ സീരീസ് ഓഫ് ഫ്ലോപ്പ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും പ്രഭാസിനെ കണ്ടതിൽ. മൂവി ആസ് ഓൾ നോക്കുവാണെങ്കിൽ ഇതൊരു വേൾഡ് ബിൽഡപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്, ചെറിയൊരു ലാഗ് ഉണ്ട്. പക്ഷെ അത് പക്ഷെ വലിയ ലാഗൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലായതുള്ള എല്ലാം മേക്കപ്പ് ആയിട്ടുണ്ട്. ആ ഒരു വേൾഡ് കാണണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു മൂവിയാണ്. നിങ്ങൾ പിന്നീട് ഒ ടി ടിയിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം കിട്ടുന്ന എനിക്കറിയില്ല. കാണുമ്പോൾ ഇതിനകത്ത് തന്നെ കാണണം. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പോസിറ്റീവ്സ് മെയിൻ പറയാൻ മേക്കിങ്, പിന്നെ പ്രഭാസ് ആൻഡ് പൃഥ്വിരാജ്. പക്ഷേ നെഗറ്റീവ്സിലേക്ക് വരുവാണെങ്കിൽ ആദ്യത്തെ നെഗറ്റീവ് തോന്നിയത് BGM. ആ ഒരു എത്രത്തോളം നമ്മൾ ആ ഒരു KGF കണ്ട ആ ഒരു ഇതിനില്ല. രണ്ടാമത്തെ കേസ്, നമ്മുടെ മനസ്സിൽ പ്രശാന്തിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. KGF എന്നൊരു ബെഞ്ച് മാർക്ക്, കമ്പാരിസൺ അല്ല, ബട്ട് ഒബ്വിയസ്ലി നമ്മൾ കമ്പയർ ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാഗ് എവിടെയൊക്കെയോ മിസ്സിങ് ആയിരുന്നു. നമുക്ക് ആ ഒരു ലെവല് കിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞ നിരാശയല്ല. എല്ലാ മൂവിയും KGF പോലെ ആണെന്നില്ല. പക്ഷെ തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവിയാണ്. പ്രഭാസ് ഫാൻസിനും പൃഥ്വിരാജ് ഫാൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. ക്രിസ്മസിന് വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവർക്കും, വയലൻസ് ഒന്നും അത്ര അധികം ഫീൽ ചെയ്തില്ല. തിയേറ്ററിൽ വന്ന് ഒരു തിയേറ്റർ ഡിമാൻഡിങ് മൂവി ആയിരിക്കും. നിരാശപ്പെടുത്തില്ല, എന്തായാലും തിയേറ്റർ തന്നെ വന്ന് കാണണം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇത് KGF വലിയൊരിതാണ്, ആ ഒരു ഫീലിംഗ് കൊണ്ടുവരുന്നത്. കാരണം ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പോയതുകൊണ്ട് തന്നെ എനിക്ക് അത് കിട്ടിയില്ല. കാരണം ആ ഒരു ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്യല്ല. ബട്ട് വൺ ഓഫ് ദ ഗുഡ് മൂവീസ്. പ്രശാന്ത് ഹാസ് ഡൺ ഹിസ് വർക്ക്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.